ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഈ ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളെ, പരിശുദ്ധ റമദാൻ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുമിച്ച് കൂടിയ ആളുകളാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അവരാൽ കഴിയുന്ന രൂപത്തിൽ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുള്ള ജീവിതത്തിലും റമദാൻ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് എന്ന നിലക്ക് അതിനെ കാണുകയും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ ഒരു ചെറിയ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ട്രാക്കിംഗ് എന്നതൊക്കെയാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടുന്ന വല്ലാത്തൊരു അവസരമാണ് ഇത് എന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എത്രമാത്രം നന്ദി ചെയ്യേണ്ടവനാണ് എന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മളോടൊരാൾ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് കുഴപ്പമില്ല, അങ്ങനെ പോണ്, അല്ലേ? ഇങ്ങനെ പല ആളുകൾക്കും പല മറുപടികൾ ഉണ്ടാവും. എന്നാൽ അതിൽ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നാഥനെ സ്തുതിച്ചുകൊണ്ട് അത് പറയുന്ന ആളുകളുണ്ട്. ഭൂരിഭാഗം ആളുകളും എടുത്തു നോക്കുമ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ജീവിതത്തിൽ അവരാ കിട്ടിയ അവസ്ഥയെ അല്ലെങ്കിൽ അവസരത്തെ പലപ്പോഴും അങ്ങനെ പോകുന്നു എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ പറയാനുണ്ടാകുന്ന ഒരു കാരണം, ജീവിതത്തിൽ എന്തൊക്കെ ആവണം അല്ലെങ്കിൽ എന്തൊക്കെ നേടിയെടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനൊക്കെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. മുസ്തഫ ലുത്ഫി മൻഫലൂത്തി അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ പറയുന്നുണ്ട്, അൽ ഗദു ശബ്ഹുൻ മുബ്ഹമുൻ യത്റാഅ ലിന്നാളിരി മിൻ മകാനിൻ ബഈദ്. ഗദ് എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ളത് ശബുഹം മുബുഹമുൻ, അത് മൂടിക്കിടക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മള് നല്ല കാർമേഘം മൂടിയ ആകാശത്തേക്ക് നോക്കുന്ന ഒരു അവസ്ഥ, കൃത്യമായിട്ട് ആകാശം കാണാൻ കഴിയാത്ത, ഒരു തെളിമയില്ലാത്ത, ആകെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ, ഇതാണ് ഗദ്. നാളെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒന്നാണ്. അതിലേക്ക് ഇങ്ങനെ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കും. ആ നോട്ടത്തില് റുബമാക്കാന മലക്കൻ റഹീമ വറുബമാക്കാന ഷൈത്താന റജീമ. ആ നാളെ ഒരു പക്ഷേ അതൊരു കാരുണ്യത്തിന്റെ മാലാകയായിരിക്കാം. വറുബമാക്കാന ഷൈത്താന റജീമ. അതല്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു പൈശാചികമായ ഒരു അവസ്ഥയായിരിക്കാം. ഏത് തന്നെ ആയാലും നാളെ എന്ത് എന്നുള്ളത് നമുക്കറിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നാളെയിലേക്ക് കണ്ണും നട്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയല്ല ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു രചയിതാവ് അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അവസാനത്തിലേക്ക് വരുന്നുണ്ട്, അൽ ഗദു ഇൻദല്ലാഹ്. നാളെ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അതിനെ മാറ്റാനോ അതിനെ തിരുത്താനോ നമ്മൾക്കൊരാൾക്കും സാധിക്കുകയില്ല. തീർച്ചയായും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ നാളെയിലേക്ക് കണ്ണും നട്ടിരിക്കാതെ അവൻ ഇന്ന് ജീവിക്കുന്നവനാണ്. ഇന്ന് ജീവിക്കുമ്പോൾ ചില പ്രയാസങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ അവന് നേരിടും. ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് അവൻ നേരിടേണ്ടത് എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് പ്രവാചകൻ പറഞ്ഞത്,
ഉന്നുറു ഇലാമൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാമൻ ഹുവ ഫൗഖക്കും. നിങ്ങൾ നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന, മെച്ചപ്പെട്ട് നിൽക്കുന്ന സൗകര്യങ്ങളുള്ള ആളുകളിലേക്ക് നോക്കാതെ നിങ്ങളെക്കാൾ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഒന്ന് നോക്കുക. മനുഷ്യനിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പോകും, അല്ലേ? ഇപ്പോ സൈക്കിളിൽ പോകുന്ന ഒരാള്, അയാളൊരു ബൈക്ക് യാത്രക്കാരനെ നോക്കിയിട്ട് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. എന്നാൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആള് എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ വെയിലും മഴയും ഒന്നും കൊള്ളാതെ പോകാലോ എന്ന് ചിന്തിക്കും. കാറിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ കുറച്ചുകൂടെ നല്ല എയർ കണ്ടീഷനൊക്കെ സെറ്റുള്ള, കുറച്ചും കൂടെ സൗകര്യമുള്ള, പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള നല്ലൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അത്തരത്തിലുള്ള മെച്ചപ്പെട്ട ഒന്നുള്ള ഒരാള് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും സുഹൃത്തുക്കളോ അയൽപ്പക്കത്തോ മറ്റാർക്കോ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒന്ന് ഉണ്ട് എന്ന് കാണുമ്പോൾ അതിൽ വല്ലാത്തൊരു അസ്വസ്ഥത മനുഷ്യന് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ അസ്വസ്ഥതയാണ് പലപ്പോഴും കടം വാങ്ങുന്നതിലേക്കും ലോൺ എടുക്കുന്നതിലേക്കും ഇല്ലാത്ത പണം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കൊക്കെ മനുഷ്യനെ എത്തിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ആ പ്രവാചക വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ, കാറുള്ള ഒരാള് കാർ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലേ, ബസ്സിലൊക്കെ കയറി കഷ്ടപ്പെട്ട് അവർ യാത്ര ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ നമ്മൾ ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അനുഗ്രഹത്തിലാണ് കഴിയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിലേക്കൊന്നും പോണ്ട. ഒരു മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തതകളുള്ള, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ നോക്കിയാൽ, അല്ലേ, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രമാത്രം ന്യൂറോണുകളും ഒരുപാട് സംഗതികളൊക്കെ ചേർത്ത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു വയറിങ് ഇങ്ങനെ തുറന്നു നോക്കിയാൽ, അല്ലേ, ഒരു സ്വിച്ച് ബോർഡ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കുറേ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ട് ചെയ്തത് കാണും. ഇതുപോലെ മനുഷ്യന്റെ ശരീരം തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വയറുകൾ, അല്ലേ, ഒരുപാട് ഞരമ്പുകളും മറ്റുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയി പടച്ച തമ്പുരാൻ ക്രിയേറ്റ് ചെയ്ത, റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അത്ര ബോധവാന്മാരാകുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന ക്ലാസ്സിൽ ഒരു നോമ്പുകാരൻ ഭക്ഷണക്രമം എങ്ങനെയാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി, അല്ലേ? ആ മനസ്സിലാക്കി ക്ലാസ് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. അന്നും നമ്മൾ നോമ്പ് തുറന്നു. ഇന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് തുറക്കും. നമ്മുടെ നോമ്പ് തുറക്ക് ആ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പണം കൊടുക്കാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു എഫേർട്ടൊന്നും ഇല്ലാതെ, നമ്മൾ വല്ലാതെ തലപുകഞ്ഞ് ചിന്തിക്കാതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ അത് എത്ര മൂല്യമുള്ളതായാലും അതിന് നമ്മൾ വേണ്ടത്ര വില കാണിക്കൂലാണ്. ഇപ്പൊ കണ്ണട കണ്ണിൽ വെക്കുമ്പോൾ, ഇത് ഇങ്ങനെ ഇവിടെ വെക്കുന്ന സമയത്ത് ഇതില്ലെങ്കിൽ അതിന്റെ പ്രയാസം നമുക്കറിയാം. ഈ കണ്ണട ക്യാഷ് കൊടുത്തു വാങ്ങിയതാണ്, അല്ലേ? ഇപ്പൊ ഏകദേശം കണ്ണടക്ക് അത്യാവശ്യം നല്ലൊരു പണം കൊടുക്കേണ്ടി വരും. അങ്ങനെ പണം കൊടുത്ത കണ്ണട അത് വീഴാതെ, അത് താഴെ എവിടെയെങ്കിലും വെച്ച് മറക്കാതെ, അത് എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടുവരണം. കാരണം അത് പണം കൊടുത്തു വാങ്ങിയതാണ്. നമ്മുടെ ആ മൊബൈൽ ഫോണ് കുട്ടികൾ കളിക്കാതെ, താഴെ വീഴാതെ, മറന്നു വെക്കാതെ അത് എപ്പോഴും നമ്മളിങ്ങനെ കൃത്യമായിട്ട് സൂക്ഷിച്ചു കൊണ്ടുവരണം. കാരണം എന്താ? അത് അത്യാവശ്യം പണം കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായി മൂല്യം കാണുകയും കണക്കാക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ പണം കൊടുത്തിട്ടില്ല, നമ്മൾ വേണ്ടത്ര
ആ, ആഗ്രഹിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഈ ശരീരം. ആ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ആ അവയവങ്ങളുടെ കൃത്യമായ പ്രവർത്തനം, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊരു ബാധ്യതയൊന്നുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു അവയവത്തിന് വരികയും അതിന് ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും കുറച്ചൊക്കെ പണം ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമം വരും. അല്ലെ? നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആള് സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് അതിന്റെ കൂടുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ ചിത്രം വരെ അതുമുണ്ട്. പക്ഷെ എന്നാലും അവർ പറയും കഴിയണില്ല, ഇത് ഒഴിവാക്കാൻ കഴിയണില്ല, മാറണം മാറ്റണം എന്ന് ഒരുപാട് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അല്ലെ? ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ലൊരു സംഖ്യ ചെലവഴിച്ചിട്ട് ഇനി ഇത് വലിച്ചാൽ പണി തീരും എന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനത് തൊടൂല. കാരണം അവിടെ അതിൻ്റെ മൂല്യം മനുഷ്യന് മനസ്സിലാകും. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. ആ അവയവങ്ങളെ കൃത്യമായി എങ്ങനെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. എങ്കിലേ അതിന് കൃത്യമായ മൂല്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മൂല്യവത്തായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതിനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എപ്പോഴും അതില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഇല്ലായ്മയിലേക്കുള്ള ഒരു ഫോക്കസ്, ഒരു ചിന്തയാണ് മനുഷ്യനുണ്ടാകുന്നത്. നമ്മുടെ കണ്ണ് എപ്പോഴും അതിലേക്കാണ് ഫോക്കസ് ആവുക, മനസ്സെപ്പോഴും അതിനെയാണ് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ മനസ്സിന്റെ ആ ഒരു ശ്രദ്ധയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നൽകാനുള്ള ഒരു സന്ദേശം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നൽകിയ റബ്ബിനെ നമ്മളൊന്ന് ശുക്ർ ചെയ്യണം. പ്രവാചകൻ പഠിപ്പിച്ചു, അജബല്ലി അംരി മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. എന്താ അത്ഭുതം? ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ, അവന് എല്ലാ കാര്യവും അവന് നന്മയാണ്. ഇന്ന അസാബത്തു സറ, സന്തോഷം ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ ശക്കറ, അവൻ നന്ദി പറയും. അതിന് അസാബത്തു, ഇനി അവനെ ബാധിച്ചാല് എന്തെങ്കിലും പ്രയാസമുള്ള സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവനെ ബാധിക്കുകയാണെങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഇതും അവന് ഗുണകരമാണ്. വിശ്വാസിയുടെ കാര്യത്തിൽ വലിയ അത്ഭുതമാണ്. അത്ഭുതം ഉണ്ടാവാനുള്ള കാരണം പ്രവാചകൻ പറഞ്ഞത്, ഒന്ന് ശക്കറ, അവൻ നന്ദി പറയും. രണ്ട് സ്വബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഇതിലെ ഒന്നാമത്തത് ശക്കറ, നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു മെയിൻ പോയിന്റ്. ഇൻഷാ അല്ലാഹ് മറ്റത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നന്ദി പറയുക എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രം പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത്, ഒരു മനുഷ്യൻ എത്രമാത്രം നന്ദി പറയുന്നുവോ അത്രമാത്രം അദ്ദേഹത്തിന് ഗുണങ്ങൾ ഉണ്ടാകും. നന്ദി പറയാം. ഇപ്പൊ ഒരാള് ഒരു പേന എഴുതാൻ തന്നാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താങ്ക്സ് പറയാറുണ്ട്, അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ താങ്ക്സ് പറയും. ഇപ്പൊ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം, ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നല്ല തിരക്കുള്ള മെയിൻ റോഡാണെങ്കിൽ ആ പോക്കറ്റ് റോഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം വാഹനങ്ങൾ ഇങ്ങനെ തുരുതുരാ ഓടിക്കൊണ്ടിരിക്കും. അതിനിടക്ക് ഒരു വാഹനം നിർത്തി അയാൾ നമ്മളോട് കടന്നു പോകാൻ പറയാം. അങ്ങനെ നമ്മളോട് പോകാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാവുകയും എങ്ങനെയെങ്കിലും അയാളോട് താങ്ക്സ് പറയണമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. പറ്റുമെങ്കിൽ നമ്മൾ ഗ്ലാസ് താത്തിയിട്ട് താങ്ക്സ് പറയും. ഇല്ലെങ്കിൽ ഒന്ന് കൈ ഇങ്ങനെ കാണിച്ചിട്ടെങ്കിലും നമ്മുടെ ആ മനസ്സിന്റെ ഉള്ളിലെ ആ ഒരു നന്ദി നമ്മൾ അറിയിക്കും. ഈ നന്ദി നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിനും ഒരു കുളിർമ അനുഭവപ്പെടും. അഥവാ നമ്മളത് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഇഷ്ടക്കേട് നമ്മളോട് ഫീൽ ചെയ്യും ചെയ്യും.
അപ്പൊ നമ്മൾ ഫിസിക്കലി ടച്ച് ഒന്നുമില്ലാതെ, പോയി തൊടാതെ മനുഷ്യന്റെ മനസ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനമാണ് ഒന്ന് നന്ദി പറയാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നന്ദി പറയുക. ഇനി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നമ്മുടെ റബ്ബിനോട് കൂടെ നന്ദി പറയാം. എങ്ങനെയാണ് നമ്മൾ റബ്ബിനോട് നന്ദി പറയാം? അള്ളാഹു പറയുന്നുണ്ട്, ലഇൻ ശക്കറത് ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നു. നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നന്ദി കാണിക്കുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടമല്ല, നമുക്ക് വലിയൊരു ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു പ്രവർത്തനമല്ല, മറിച്ച് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരമായിട്ട്. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഒരു ഒരു ശുദ്ധത വരും, ഒരു സമാധാനം കിട്ടും. അതുപോലെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കിട്ടും. അപ്പൊ ഈ നന്ദി പറയല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ശീലമാക്കുക, പരാതികളില്ലാതെ. ഇപ്പോ നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോട് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലേ, വൈദാ സഅൽത ഫസ്അലില്ല, നീ അള്ളാഹുവിനോട് ചോദിക്കാമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വൈദസ്തഅൻത, നീ എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അപ്പൊ നമ്മൾ സഹായം ചോദിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരാതിയായിട്ടല്ല പറയേണ്ടത്. എനിക്കത് തന്നില്ലല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അവരൊക്കെ അള്ളാഹുവിനോട് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാ ചോദിച്ചിരുന്നത്. അതും അവരുടെ സംസാരത്തിൽ എപ്പോഴും നന്ദി അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു ശീലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുവരിക. അപ്പോ ഇന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞത് നമ്മൾ നന്ദി പറയാം. അപ്പൊ ആദ്യം തന്നെ നന്ദി പറയാൻ പെട്ടെന്ന് വരൂല, അതൊരു ശീലമാക്കി മാറ്റണം. ശീലമാക്കി മാറ്റാൻ ആധുനിക ശാസ്ത്രം പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തന്ന, ഒരു ഉപകാരം തന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യാം, നന്ദി എഴുതി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇന്ന കാര്യം പറഞ്ഞു തന്ന ഇന്ന ആൾക്ക് നന്ദി. അങ്ങനെ നമ്മൾ എഴുതി ശീലിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ അത് സെറ്റാവും. പിന്നെ നമുക്കിങ്ങനെ പറയാൻ കഴിയും, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയാം, നന്ദി പറയാം. അപ്പൊ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അള്ളാഹുവിനോടാണ്. എല്ലാ അവസരങ്ങളും നൽകിയ, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, നമ്മൾ ചോദിക്കാതെ നമ്മളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾക്ക് ഒരു കൺട്രോളും ചെയ്യേണ്ട അവസ്ഥയില്ലാതെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് അള്ളാഹുവിനോട് നന്ദി പറയാം. നന്ദി പറയൽ നമ്മളൊരു ശീലമാക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് ശീലിച്ച് തീർച്ചയായും നന്ദിയുള്ള അടിമയായി നമ്മൾ മാറിയാൽ അള്ളാഹു നമുക്ക് ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചു നൽകും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നന്ദി പറയാനുള്ള ഒരു മെത്തേഡ് എന്ന് മെഡിറ്റേഷനിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന നമസ്കാരം വലിയ നന്ദിയാണ്. ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളെ മൈൻഡിനെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് മെഡിറ്റേഷൻ ചെയ്യാനുള്ളത്. മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ കഴിയും, അതിലേക്ക് എത്താൻ കഴിയും. അതേ രൂപമാണ് നമ്മൾ നമസ്കരിക്കുമ്പോഴും ഉണ്ടാകേണ്ടത്. നമസ്കാരം കൊണ്ട് ശരിക്കും നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷന് അവസാനിക്കുക. അപ്പൊ ഇന്നത്തെ സെഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഫ്രീ ആയിട്ട് പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുക, അതുപോലെ ഫ്രീ ആയ ഒരു സ്ഥലത്തിരിക്കുക. എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരുന്ന കുറെ ആളുകൾ കൂടിയിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാവരും ആകരുത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. തിരിച്ചെത്തി. യെസ്. എന്ത് ഫീൽ ചെയ്യുന്നു? ജസ്റ്റ് ഒരു വാക്കിലൊന്ന് പറയോ?
അനുഭവിക്കാൻ പറ്റിയോ? കണ്ടോ? ഓ നല്ല രസമുണ്ടായി. എന്നാല് നല്ല നമ്മള് ഒരു ഓരോരുത്തർ നമ്മള് പറയാം. ആ സ്വർഗം ഫീൽ ചെയ്യും. ഈ സ്വർഗം കാണും നമ്മള് സ്വപ്നത്തിലൊക്കെ സ്വർഗം കാണാൻ ആഗ്രഹിക്കുമ്പോ സ്വർഗം ഫീൽ ചെയ്യുന്ന മാതിരി, ചെറിയൊരു സ്വർഗം എന്നൊക്കെ പറയണ മാതിരി അങ്ങനെയൊക്കെ തോന്നി. കാണാൻ മനസ്സിലിങ്ങനെ ഭയങ്കര ഒരു ശ്വാസം വിടലും ഇതാക്കലും പിന്നെ ആ പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ഇതിങ്ങനെ തോന്നി, മനസ്സിൽ പറയാൻ കഴിയണില്ല. ഓക്കെ, നല്ലൊരു അനുഭവം ഫീൽ ചെയ്യാൻ പറ്റി. ആ അതെ അതെ. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? നന്ദി പറയാൻ കഴിഞ്ഞു. ആ അതെ, അൽഹംദുലില്ലാ നന്ദി പറയാൻ കഴിഞ്ഞു. ഓക്കെ, വേറെ ആരെങ്കിലും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞാന് എൻ്റെ ജീവിതത്തിൽ മിക്ക സമയങ്ങളിലും ചെയ്യുന്നൊരു കാര്യമാണ്. മക്കളിലും വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരോടത്തും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ. ക്ലാസ്സും തന്നെ വളരെ നന്നായിരുന്നു കേട്ടോ. പൊതുവെ ശുക്രിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നേക്കാൾ എനിക്കെന്തോ ഒരു വ്യത്യസ്തത തോന്നി സാറ് ക്ലാസ്സിൽ. ജസാക്കല്ലാഹ്. ആമീൻ, ആമീൻ. പിന്നെ എനിക്ക് എന്നോടെന്നതുപോലെ എല്ലാവരോടും പറയാം, നമ്മള് വളരെ മൂല്യമായിട്ട് കാണണം നമ്മൾ ഈ ക്ലാസ്സുകൾ. മറ്റു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇതിനായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ അതിനായിട്ട് ഇരിക്കണം എന്നാണ് എന്നോടെന്നതുപോലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. സ്സലാം. ഓക്കെ, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. എനിക്ക് ഇത്രയും നേരം കയറാൻ കഴിഞ്ഞില്ല, ഇനി ഇപ്പോഴാണ് എനിക്ക് വന്നത്. എന്താ ഞാൻ വന്നത്, അപ്പൊ എനിക്ക് കയറാൻ ഇപ്പോഴാ പറ്റിയത്. അൽഹംദുലില്ലാ, അതിൽ കയറാൻ പറ്റിയത് കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ, എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നി. പിന്നെ മനസ്സിലുള്ള നമ്മളെ മനസ്സിന്റെ ഭാരങ്ങളൊക്കെ കുറഞ്ഞ പോലെ, ഒരു മനസ്സിന്റെ ഭാരം ഇങ്ങനെ കുറഞ്ഞ പോലെ തോന്നി. ആ ഒരു ഫീല് അനുഭവിക്കാൻ നല്ലപോലെ പറ്റി. അൽഹംദുലില്ലാ. പിന്നെ അള്ളാഹുവിനെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങ് സ്തുതിക്കുമ്പോഴും നമുക്ക് എന്താ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഇതാ വന്നത്. അൽഹംദുലില്ലാ, നല്ല ഒരു കഥ കഴിഞ്ഞു കേട്ടോ. ജസാക്കല്ലാഹ് ഇൻഷാ ഖൈർ. അല്ലാ. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ഇൻഷാ അല്ലാ പിന്നീട് ചെയ്യാം. ഓക്കെ, ആമീൻ വയ്യ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറയട്ടെ. ആ പറഞ്ഞു. കുറച്ച് സമയം സാറ് പറഞ്ഞ അതന്നെ അതിലങ്ങനെ സഞ്ചരിക്കാൻ പറ്റി. അത് വേറെ ഒരു ചിന്തകളും ഇല്ലാതെ നമ്മൾക്ക് ആ ശ്വാസം എടുക്കുന്ന അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഇതിലൊക്കെ അങ്ങനെ ഒരു പൂന്തോട്ടത്തിൽ പോകുന്നൊക്കെ ഒരു അനുഭവം പോലെ ഇങ്ങനെ മനസ്സിനെ അങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ഫീല് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടിയ പോലെ ഒരു തോന്നൽ ഫീൽ ചെയ്തു. കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നിയോ? നിർത്തണ്ടില്ലായിരുന്നു എന്ന് അതെ, തോന്നിയോ? അങ്ങനെ ഒരു ഫീല്. ആ മനസ്സിന് എന്തോ ഒരു അനുഭവം അതിനെ മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ച് പോകുന്ന പോലെ ഒരു ഫീൽ ചെയ്യലുണ്ടായിരുന്നു കുറച്ച് സമയം. ഓക്കെ, നമ്മൾ വളരെ ഷോർട്ടായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ച് ലോങ് ആയിട്ട് ചെയ്താൽ വല്ലാത്ത അനുഭൂതി കിട്ടുന്ന ഒന്നാണ്. തീർച്ചയായും നമ്മുടെ നമസ്കാരവും ഈ ഒരു രൂപത്തിലായി മാറണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം ഇൻഷാ അല്ലാ. ഏതായാലും ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും അതുപോലെ നമ്മളെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സന്ദേശങ്ങളും പരിശുദ്ധ ഖുർആൻ പഠനവും അതിൻ്റെ പാരായണവും ഒക്കെ അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.